കാതം കലർന്നിൽ നാടുക്കല് വന്തി കരുണ നബി അവർ മോറാദൈ ബിട്ടാൻ കരുതി. റംസാൻ 12-നാണ് സമരചരിത്രങ്ങളുടെ ഓർമ്മ പുതുക്കി ഒരു പകൽ മുഴുവൻ കിസ പാടി പറഞ്ഞത്. ബദർ സമരത്തിന് പ്രവാചകനും അനുയായികളും മദീനയിൽ നിന്നും പുറപ്പെട്ടത് റംസാൻ 12-നാണ്. പാട്ടിനൊപ്പം കഥയും ലളിതമായി പറഞ്ഞു പോകുന്നതാണ് കിസ പാടിപ്പറയലിന്റെ ശൈലി. അബൂ സുഫിയാൻ മക്കയിലെത്തി, ഇനി എന്തിനാ ഒരു ഏറ്റുമുട്ടല് എന്ന് ചോദിച്ചിരുന്നു. വകവെച്ചില്ല അഹങ്കാരി, ചെവി കൊടുത്തില്ല അഹങ്കാരി. അതിന്റെ ഫലം ആ രണാങ്കണത്തിൽ വെച്ച് അനുഭവിക്കുകയാ. കാലത്തിനൊപ്പം കിസപ്പാട്ടിനും മാറ്റം വന്നിരിക്കുന്നു. ഇത് നിലനിർത്തേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ആ കാലിക സംഭവങ്ങൾ പോലും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിനെ പുതിയ കാലത്തോട് സംവദിക്കുന്ന വിധം രൂപപ്പെടുത്താവുന്നതാണ്. കാരണം അങ്ങനെയുള്ള ഒരു ആസ്വാദകരുടെ ഇടയിൽ ഒരു സ്വീകാര്യത ഇപ്പോഴും ഈ കലക്കുണ്ട്. കിസപ്പാട്ടുകളെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് മാദിൻ അക്കാദമിയും ഓൾ കേരള കിസപ്പാട്ട് അസോസിയേഷനും ചേർന്ന് പരിപാടി സംഘടിപ്പിച്ചത്. നിരവധി പേരാണ് കിസപ്പാട്ട് ആസ്വദിക്കാൻ മലപ്പുറം സ്വലാത്ത് നഗറിലേക്ക് എത്തിയത്. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.